നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് CI സച്ചിദാനന്ദൻ ചില തീരുമാനങ്ങൾ എടുത്തു. ഇനിയിപ്പൊ തനിക്ക് കിട്ടിയില്ലേ ആർക്കും കിട്ടണ്ട എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. അതിന് ഒരു കാരണവശാലും നന്ദുവിനെ വിവാഹം കഴിക്കാൻ പാടില്ല. കുറെ സമയമായി താൻ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവള് തന്റെ കോൾ അവോയ്ഡ് ചെയ്തിരിക്കുക, അവനുമായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുക, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പൊ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, അവളും അവനും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ താൻ ചെയ്യും. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ അയാളുടെ മനസ്സിലുണ്ടായി. ഒരു പക്ഷേ നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ രാത്രി ഈ സമയത്തും കണ്ടിന്യൂസ്ലി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അത് വേർപ്പെടുത്തണം. നന്ദുവിനെ തനിക്ക് തന്നെ വേണം. താനൊന്നും മോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ തനിക്ക് കിട്ടണം. അങ്ങനെ ഒരു ക്രൂരമായ ചിന്തയാണ് അയാളുടെ മനസ്സിലുണ്ടാകുന്നത്. അതേസമയം അഭി മുറിയിലേക്ക് വരുമ്പോ നവ്യ ചോദിച്ചു, എങ്ങനെയായി CA കാണാൻ പോയിട്ട്? അയാൾ എന്തു പറഞ്ഞു? അല്ല, കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ അയാൾക്ക് വേറെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഏയ്, അയാൾക്ക് സംശയമൊന്നുമില്ല നന്ദുവിന്റെ അനിയുടെയും കാര്യത്തില്. പിന്നെ അയാൾ പറയുകയും ചെയ്തു, നന്ദു അങ്ങനെ പെട്ടെന്ന് ആർക്കും പിടികൊടുക്കുന്ന ഒരു തരവല്ലെന്ന്, അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ലെന്ന്. നവ്യ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നന്ദുവിന്റെ സ്വഭാവം അറിയാലോ. അല്ലെങ്കിൽ നന്ദു കുഞ്ഞിലെ മുതലേ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടന്നവളാ. അതുകൊണ്ടാണ് ആൺവേഷം എപ്പോഴും ആൺകുട്ടിയെ പോലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടന്നിരുന്നേ. അവൾക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞ പെൺകുട്ടികളായിരുന്നില്ല, എല്ലാ ആൺകുട്ടികളായിരുന്നു. അഭി പറഞ്ഞു, അല്ല അയാൾക്ക് സംശയമൊന്നും ഇപ്പോഴൊന്നും ഇല്ല, പക്ഷെ പറയാൻ പറ്റൂല ഇനിയിപ്പോ സംശയങ്ങൾ ഉണ്ടാവുമെന്ന്. അത് കേട്ടത് നവ്യ പറഞ്ഞു, അല്ല അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ലേ അഭി നീ പോയത്? ശരിയാ, എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ കല്യാണം നടക്കണം? അപ്പോഴേക്കും നവ്യ പറഞ്ഞു, കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അനന്തപുരിയിലെ കൊച്ചുമോൾ തന്നെയാ, അനിയല്ലേ എന്റെ ഉത്തരവാദി. നവ്യേ, അതൊക്കെ നീ പറയും. നന്ദുവിന്റെ മനസ്സിൽ ഇനിയിപ്പൊ അനിയുണ്ടോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിലോ? അത് ശരിയാ, അങ്ങനെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും അഭി? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏയ്, അതിനൊരു കാര്യം ചെയ്യണം. നിങ്ങൾ എല്ലാവരും കൂടി നന്ദുവിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. അതോ ഇനിയൊരു വഴിയുള്ളൂ? അല്ല, അങ്ങനെയൊക്കെ മാറുന്ന മനസ്സൊന്നും അല്ല നന്ദുവിന്റെ മനസ്സിൽ അനിയുണ്ട്. പെട്ടെന്ന് അതും കൂടെ മായാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അഭി. അവളൊരു തീരുമാനം എടുത്ത തന്നെയാ. എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനാമികയും അനിയും തമ്മിലുള്ള ജീവിതം, അവർ തമ്മിലുള്ള ജീവിതം അങ്ങനെ തീർന്നു. പിന്നെ നന്ദു ഈ വീട്ടിലേക്കാനും വരുവാന്നറിഞ്ഞാൽ ഇളയമ്മ സമ്മതിക്കോ? ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇളയമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുവല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താൻ നോക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നന്ദുവിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. അച്ഛനും അമ്മയും നീയും നയനെ എല്ലാരും ചേർന്ന്. കാര്യ ഞാൻ നയനോടൊന്ന് സംസാരിക്കാം. അതും പറഞ്ഞിട്ട് നവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അബിയുടെ മനസ്സ് ചില ചിന്തകൾ വന്നു. ആ CA ആയിട്ട് കൂട്ടുകൂടി നന്നായി. അയാളെ വെച്ച് ചില കളികൾ കളിക്കണം. അയാളെ നന്നായിട്ട് മദ്യപിക്കുന്ന ആളാ, കണ്ടാൽ തന്നെ അറിയാം. അയാളെ കൂട്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഓക്കെയാ. തനിക്ക് പല കാര്യത്തിലും തനിക്ക് അയാളുടെ സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് തന്നോടൊപ്പം നിൽക്കാനായിട്ട് CA റാങ്കിലൊരാൾ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. അതിനുശേഷം നവ്യ നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നയനയോട് എന്ന് നന്ദുവിന്റെ അനിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ആ സമയത്ത് നയന പറഞ്ഞു, പറയാനല്ലേ ചേച്ചി നമുക്ക് പറ്റുള്ളൂ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാരണവശാലും നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത്. ഞാൻ എന്തിനു നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നേ? അല്ല, അനിയും നന്ദുവും തമ്മിൽ ഒന്നാവാൻ വേണ്ടിട്ട് അറിയാലോ. ഒരു കാരണവശാലും ആ ബന്ധം നടക്കാൻ പാടില്ല. നന്ദുവിനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അതെ, ഞാൻ ഉപദേശിക്കാൻ പറ്റുന്നവർക്ക് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വൈകുന്നേരം അനിയൻ നന്ദുവിനെയും കൂടെ ഒരുമിച്ച് കണ്ട കാര്യങ്ങളൊന്നും നവിയോട് പറഞ്ഞില്ല. ഇനിയിപ്പൊ അതും കൂടെ അറിഞ്ഞാൽ പിന്നെ നവ്യ ദേഷ്യപ്പെടുമെന്നറിയാം. നവ്യ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ കല്യാണം നടത്തണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്കല്ല അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ സംസാരിക്കാം. നന്ദുവിനെയും കൂടെ വിളിച്ചിരുത്തി നന്ദുവിനേക്കാൾ സംസാരിക്കാം. ഇനിയിപ്പൊ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. അല്ല, അവളുടെ മനസ്സിൽ അനിയില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്താ കുഴപ്പം? അവൾക്ക് കല്യാണത്തിന് സമ്മതിച്ചാല്? നയന പറഞ്ഞു, ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിൽ എത്രമാത്രം സത്യാവസ്ഥയാണെന്ന് നമുക്കറിയില്ലല്ലോ. നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ജാനകി നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകിക്ക് അനിയെ കണ്ടപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നേ. അനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അല്ല നിന്റെ ഉദ്ദേശം ഇത് എന്താ? എന്ത്? എടാ, നീ എന്തിനാടാ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങി തല്ലി മേടിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് വീണ്ടും നീ ഓരോ പണികൾ ഒപ്പിക്കാൻ നടക്കുവാണോ? ഞാൻ എന്ത് പണികൾ ഒപ്പിച്ചെന്നാ പറയണേ? ദേ വേണ്ട, നീ കൂടുതൽ കള്ളത്തരം പറയണ്ട. നിന്റെ കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചു. അപ്പൊ പകരം നീ വേറെ ഫോൺ വാങ്ങിയില്ലടാ. വേറെ ഫോൺ വാങ്ങാനോ? ഞാൻ ഫോൺ വാങ്ങിയെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? വേണ്ട, നീ കള്ളത്തിനൊന്നും പറയണ്ട. ഇനി അവളുമായിട്ട് എന്തേലും ചാറ്റോ അങ്ങനെ എന്തേലും അവളുടെ പിന്നാലെ പോയാണ്ടല്ലോ, ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ജീവനോടെ കാണത്തില്ല.
എന്റെ അമ്മേ, അമ്മ എന്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നതിനാ? ഞാൻ പ്രായപൂർത്തിയായ കുറച്ച് ചെറങ്കൂച്ചല്ലേ? ഓ, പ്രായപൂർത്തി, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അനാമിയെ പോലെയുള്ള നല്ലൊരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് നിനക്ക് അവളെ കാണാൻ കണ്ണില്ല. ആ നന്ദു എന്ന് പറയുന്ന മൊട്ടച്ചിയുടെ പിന്നാലെ നടക്കാനാ നിനക്ക് സമയം. ഇതമ്മേ, അനാവശ്യം പറയരുത്. നന്ദുവിനെ മൊട്ടച്ചി എന്നൊക്കെ വിളിച്ച് അവൾ SI. ഓ, ഒരു SI വന്നേക്കുന്നു എന്ന് വെച്ചാൽ നാട്ടിലെങ്ങും SI ഇല്ലേ? നിനക്ക് എത്ര SIമാരെ വേണം കല്യാണം കഴിക്കാൻ കൊണ്ടെത്തരാം. പക്ഷെ അവള് മാത്രം, അത് മാത്രം നീ പറയരുത്. അപ്പോഴേക്കും അജയൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അജയൻ വന്നിട്ട് എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളോ? അപ്പോഴേക്കും അനി പറഞ്ഞു, എന്റെ അച്ഛാ, ഈ അമ്മയ്ക്ക് സമനില ഇറ്റിയും തോന്നേ. കണ്ടില്ലേ, എപ്പോ നോക്കിയാലും അമ്മ എന്റെ പിന്നാലെ നടന്ന് എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. എന്താ ജാനകി ഇത്? പിന്നെ പറയാതെ. അവൻ ആ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നോണ്ടല്ലേ? എന്റെ അച്ഛൻ, ഞാൻ അങ്ങനെ നടക്കുന്നൊന്നുമില്ല. അമ്മയ്ക്ക് ചുമ്മാ ഓരോ തോന്നല, ഞാൻ അങ്ങനെ നടക്കുക. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ കല്യാണം ഉറപ്പിച്ചേക്കുക. ഇനി നീ കാരണം അവളുടെ കല്യാണം അങ്ങനെ മുടങ്ങി പോയാലുണ്ടല്ലോ, പിന്നെ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. അവൾ എങ്ങനെയാലും ഒന്ന് കെട്ടി ആ ഒഴിയാബാധ എങ്ങനെയാലും മാറൂല്ലോ എന്നോർത്ത ഞാൻ സമാധാനപ്പെട്ടിരിക്കുക. ആ സമയത്ത് അതിന്റെ ഇടയ്ക്കിലേക്ക് നീ എന്ന് കയറിയേക്കരുത്. എന്തെങ്കിലും ഭീഷണി മുഴക്കി ചെന്നാൽ കല്യാണം മുടക്കാണ്ടല്ലോ, പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. അജയൻ പറഞ്ഞു, നിനക്ക് എന്താ ജാനകി, നീ എപ്പോഴും പറയുന്ന കേൾക്കുമല്ലോ മരിക്കും മരിക്കുമെന്ന്. നിനക്ക് എന്താ സാമാന്യ ബോധമില്ലേ? വെറുതെ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് അത് വലുതാക്കി എന്ന്. അല്ല, അനാമയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും നിനക്ക് പോരെ? ഓ, അനാമയെ ഇപ്പോഴും നീ മരുമോളായിട്ടല്ല, മോളായിട്ട് കണ്ട തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുവല്ലേ? അവള് കാണിച്ചു കൂട്ടി വെച്ചോന്ന് നിനക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലോ. രാജേട്ടാ, വെറുതെ ആ പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മോന്റെ കയ്യിലിരിപ്പോണ്ട എങ്ങനെയൊക്കെ സംഭവിച്ചേ. അതിന് ഇവന്റെ കയ്യിലിരിപ്പോണ്ടാ നിന്നോടാരാ പറഞ്ഞേ? അവളത്ര ശരിയൊന്നും അല്ല. അത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയതാ. അവള് മാത്രമല്ല, അവളുടെ വീട്ടുകാരും. അതിന് ഇവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാരും കാരണം എന്റെ മോന്റെ കവിളത്ത് തല്ലും കിട്ടി. അതെ, ഇവന്റെ കയ്യിലിരിപ്പ് ശരിയാത്തോണ്ടല്ലേ. എടി, നീ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എപ്പോഴും ആകപ്പാടെ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ, അറിയാലോ. ഇവൻ എന്തേലും സംഭവിച്ചു പോയാലോ? നീ കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവന് സംഭവിച്ചു പോയാൽ ആര് സമാധാനം പറയും? നീ പറയുവോ? അത് കേട്ടപ്പം ജാനകിയുടെ മുഖം കുനിഞ്ഞു. ജാനകിക്കൊന്നും പറയാനില്ല. അപ്പോഴേക്കും അനിയൊരു പതുക്കെ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അജയൻ ജാനകിയോട് പറഞ്ഞു, നീ എപ്പോഴും അവന്റെ പിന്നാലെ നടക്കണേ, അതത്ര ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികളാ എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താൽ ചിലപ്പോൾ അവന് തോന്നും അവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയാ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീയായിട്ട് അതിന്റെ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ജാനകി പറഞ്ഞു, അങ്ങനെ വരുന്നൊന്ന് കാണണം, അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതിനധികം സമയമൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങോട്ടേക്ക് പോയി. ജാനകിക്ക് നല്ല ദേഷ്യം വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനെ പെണ്ണിനെ വിളിച്ചോണ്ടും കൊണ്ട് വരട്ടെ, എങ്ങനെയാലും അവളുടെ ആ സിയയുടെ അവളുടെ കൂടെ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യന് മനസമാധാനം കിട്ടിയാനും. ഈ സമയത്ത് സിയ ചില പ്ലാനുകൾ നടത്തി. എങ്ങനെ അവനെ കൊടുക്കണം, അനിയെ കൊടുക്കണം. അനിയെ കുടുക്കിയിട്ട കാര്യമുള്ളൂ. ഒരു കാരണവശാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് തല പോയി ആലോചിച്ചു. അതിന് ഏറ്റവും നല്ല മാർഗം അനാമികയാണ്. അനാമികയെ വെച്ചൊരു കളി കളിക്കാം. അവിടെ ഒരു പരാതി കൊടുക്കുവാണെങ്കിൽ അനിയെ അകത്തിടാനുള്ള വകുപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് സിയ ഒരു നാടകം കളിക്കുകയാണ്. സിയെ പിന്നീട് അനാമികയെ വിളിച്ചു. അനാമികയെ വിളിച്ചൊന്ന് കാണണമെന്ന് പറയാം. അനാമിക വന്നു കഴിഞ്ഞപ്പോൾ അനാമിയോട് കാര്യങ്ങളൊക്കെ പറയാം. നിന്റെ ശത്രുവാന്നറിയാം അനന്തപുരിക്കാരൻ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നന്ദു എന്ന് പറയുന്നവളുമായിട്ട് എന്റെ വിവാഹം ഏതാച്ചും ഉറപ്പിച്ചു വെച്ചിരിക്കുക. അല്ല, നിന്റെ അച്ഛൻ പറഞ്ഞു കാണുമല്ലോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് വേറൊരു വഴിയും കാണുന്നില്ല. അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണോന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനാമിക പറയുകയും ചെയ്തായിരുന്നു ഇന്റർവ്യൂവിന്. ആ സമയം അനാമിക പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സാറേ, അവർ തമ്മിൽ പ്രണയത്തിലാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അവർ തമ്മിലുള്ള ബന്ധം നടക്കാൻ പാടില്ല. ഇത് കേട്ടതും സിയെ പറഞ്ഞു, എന്റെ ആവശ്യം അത് തന്നെയാ. എനിക്ക് നന്ദുവിനെ കിട്ടില്ല. അങ്ങനെയാണ് സാർ ഒരു കാര്യം ചെയ്യുക. സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതോ, ഞാൻ സാറിന് സപ്പോർട്ടായിട്ട് കാണും. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അനാമികയെ. നീ ഒരു പരാതിയായിട്ട് എനിക്കെതിരെ ഒരു പരാതി എഴുതാം. ഒരു പരാതി എഴുവാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു കാരണവശാലും അവൻ ഇനി കുറച്ച് നാളത്തേക്ക് പുറലോകം കാണില്ല. ആ സമയത്ത് ഞാനും അവളും തമ്മിലുള്ള വിവാഹം അതെങ്ങനെ ഞാൻ നടത്തിക്കോളാം. അത് കേട്ടപ്പം അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം. ഈ പറയുന്ന സിയയ്ക്ക് അറിയത്തില്ലോ അങ്ങനെ തന്റെ കൊച്ചുമോനെ എന്നാലും പിടിച്ചോണ്ട് പോയിട്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ലാന്ന്. ഒരു പോറല് പറ്റിയ മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുക. എന്തൊക്കെ നാടകം കളിച്ചെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ തടയിടാൻ ശ്രമിക്കും. പക്ഷെ
അനാമയോട് പറഞ്ഞിരിക്കുന്ന ഗാർഹിക പീഡനം. അങ്ങനെ പരാതി കൊടുക്കാനാ. അനി ദേഹോപദ്രവം ചെയ്തു, ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അങ്ങനെയാണെങ്കിലാണ് കേസിന് ഇച്ചിരി ബലം കൂടുകയുള്ളൂ. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അനിക്കിട്ട് പണി കിട്ടും. ഇനിയിപ്പോൾ ആര് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു പരാതി കൊടുക്കാനൊക്കെ അനാമികയോട് പറഞ്ഞു. അങ്ങനെ അനാമിക ഒരു പരാതിയെ കൊടുക്കുക അനിയെ കൊടുക്കാനായിട്ട്. നീ ഇപ്പൊ എന്തൊക്കെ പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനിയെ കൊടുക്കാൻ ശ്രമിച്ചാലും അനി പുറത്തു വരിക തന്നെ ചെയ്യും. സിഐക്ക് ഇട്ട് പണി കൊടുത്തിട്ട് നന്ദുവിനെ വിവാഹം കഴിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.